ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമസ്കാരത്തിൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാവും. ഞാൻ പറയാറുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിലിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം എന്നില്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തീർത്തും തെറ്റാണ്, തിരുത്തിയേ പറ്റൂ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ശീലമായി ചെറുപ്പം മുതലേ ചെയ്ത് ശീലിച്ച കാര്യം കാരണം മാറ്റൽ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് മാറ്റിയേ പറ്റൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ശരീരത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമുക്ക് 50 വയസ്സാകുമ്പോഴൊക്കെ ആളുകൾ കസേരയിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ പല സഹോദരന്മാരും രക്ഷിതാക്കൾ ഇരിക്കുന്നത് പ്രായാധിക്യം കൊണ്ടും മറ്റ് അസുഖങ്ങൾ വന്നുകൊണ്ടൊക്കെയാണ്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാൽ വേറെ കുറേ ആളുകൾ ഇപ്പോഴും അത് പെട്ടെന്ന് അസുഖത്തിലേക്ക് പോകാം. കാരണം ഇനിയൊരു 10 കൊല്ലം കഴിയുമ്പോൾ കസേര എത്ര വരും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുൾ ടൈം വാഹനത്തിലാണ്, നമ്മളെല്ലാവരും വാഹനത്തിലാണ്. അതൊരു പ്രശ്നമാണ്. പിന്നെ അപ്പോൾ വ്യായാമമില്ല. പിന്നെ ഭക്ഷണമാണെങ്കിലോ നമ്മൾ ക്രമാതീതമായി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഗുണങ്ങളൊക്കെ ഇല്ലാതാവുകയും നെഗറ്റീവായ സംഗതി കയറി വരികയും ചെയ്യുന്നു. അപ്പോൾ നേരെ ഇരട്ടിയാണ് ദുരന്തം ഉണ്ടാകുക. എന്നിട്ടോ നിസ്കരിക്കുന്ന നമ്മൾ നിസ്കാരം അതിൻ്റെ കൃത്യമായ ചിട്ടയിലും വട്ടത്തിലും ആകുന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഏതായാലും നമ്മൾ പള്ളിയിൽ വരെ നിസ്കരിക്കാനാണ് അത് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ വർക്ക് ഇപ്പോൾ ഒരു പ്ലംബിങ് ചെയ്തപ്പോൾ പ്ലംബർക്കേ അറിയുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു തരും, അതിങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയും. നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത് നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മുർസല് നെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ ഇടണം. കാരണം ഇന്നല്ലാഹ ലാ യഖ്ബലു, തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുകയില്ല സ്വലാത്ത മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെട്ട് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോൾ അതിലെന്താ സംശയിക്കാനുള്ളത്? അപ്പോൾ മറ്റു സമയങ്ങളിൽ, നിസ്കാരമല്ലാത്ത സമയങ്ങളിലും ഒരു വിശ്വാസി ഇങ്ങനെ തന്നെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഇനി അത് നിസ്കാരം അല്ലാന്നെങ്കിലും നമുക്ക് പറയാം, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ എന്തായാലും വേണം. അതുകൊണ്ട് നെരിയാണിക്ക് താഴെ നിസ്കാരത്തിലെങ്കിലും മിനിമം, നിസ്കാരത്തിന് പുറത്തും അങ്ങനെ ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് പ്രതിഫലാർഹമായ കാര്യം. നമ്മളോട് ഡ്രസ്സ് കയറ്റാൻ പറഞ്ഞാൽ കയറ്റിയിട്ട് മുട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറ്റും, ട്രൗസർ ഇട്ട് ഇടക്കും. ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കിയിട്ട് നെരിയാണിക്ക് താഴെ നമ്മൾ ഇറക്കും. എന്നാൽ പറഞ്ഞു കൊടുത്ത് നമ്മൾ നിർത്തൂല. ഇനി ബർമുഡ ഇട്ട് നടക്കണം, അതിനൊക്കെ നമ്മൾ റെഡിയാണ്, ചമ്മലൊന്നുമില്ല. കാരണം അത് അമേരിക്കക്കാർ നമ്മൾ ഇറക്കി തന്നതാണ്, അല്ലെങ്കിൽ യൂറോപ്യന്മാർ. നമുക്ക് നമ്മുടെ വേഷം കോലം എന്നുള്ളത് നമുക്ക് വലിയ ഐബാണ്, വഷളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം അതിൻ്റെ ഗൗരവം അത്രമേൽ പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതെ വൈഡായി നിൽക്കരുത്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അങ്ങനെ ഉണ്ടാവും? അതൊരു വൃത്തികെട്ട നൃത്തമാണ്, അലമ്പാണ്. അപ്പോൾ വല്ലാതെ വൈഡായി നിൽക്കരുത്, വല്ലാതെ കാല് ചേർത്ത് വെച്ച് നിൽക്കരുത്. ശരിക്കും കിതാബുകളിലൊക്കെ ഉള്ളത് ഒരു പൂച്ചക്ക് ശരിക്ക് കാൽമ ടച്ച് ചെയ്യാതെ അനായാസം അങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റണം. പക്ഷേ ശരിക്കും നമ്മൾ ഷോൾഡർ ഉണ്ടല്ലോ, നമ്മളൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ അങ്ങനെ കറക്റ്റ് അങ്ങനെ നിന്നാൽ മതി. നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഖിയാമാണ്. ഖിയാം എന്നാണ് ഈ നിൽപ്പിന് എന്ത് പറയുക, അറബിയിൽ പറയാം. ഖിയാം എന്ന് പറഞ്ഞാൽ ബോഡി ജസ്റ്റ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ തന്നെ നിൽക്കണം. ഈ നിൽപ്പ് ഒരു 10 മിനിറ്റൊക്കെ നിന്നുകൊണ്ട് കണ്ടല്ലോ ശരിക്കും പുറം കടയും. നമ്മൾ നിൽക്കണത് ഇങ്ങനെയാണ്. അപ്പോൾ എക്സസൈസ് ആകൂല. ഇങ്ങനെയാണ് കുറേ ആളുകൾ നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ നിൽക്കണം, നിവർന്ന് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് കഴുത്ത് ഒടിച്ചിടണം. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തലയെ ഒടിച്ചിട്ടിട്ട് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ കണ്ണടച്ചിരുന്നാലാണ് കുറച്ചുകൂടെ ഒരു ഹുഷൂർ കിട്ടാറ്. കുഴപ്പമില്ല, അങ്ങനെ നിന്നോളി. ആ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കണ്ണിന് കിബിലയുണ്ട്, ശരീരത്തിന് കിബിലയുണ്ട്, നഫ്സിന് കിബിലയുണ്ട്, റൂഹിന് കിബിലയുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. അപ്പോൾ റൂഹിൻ്റെ നഫ്സിൻ്റെ കിബിലൊന്നും ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പെട്ടതല്ല. അപ്പോൾ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കണം, നല്ല സ്റ്റഡി ആയിട്ട് നിവർന്ന് നിൽക്കണം കേട്ടോ.
ചെയ്യുന്നത് നന്നായി ചെയ്തോളി. ഇങ്ങനെ ഒരു കാരണവശാലും ഒടിഞ്ഞ് ഞരമ്പുകളൊക്കെ ഉണ്ട്, ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ തന്നെ നിൽക്കണം. ഈ നിപ്പാണ് നമ്മൾ തറാവിയിലൊക്കെ കുറേ നേരം നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒന്നില്ലേ ഇതിൽ ഓക്കെ അല്ലേ? ഇല്ല, കുറച്ചുകൂടി തള്ളണം. അങ്ങനെ നിൽക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു വിശ്വാസിക്ക്, അങ്ങനെ തന്നെ നിൽക്കണം. ഇനി കൈ കെട്ടുമ്പോൾ കൈ ഇങ്ങനെയല്ല കൈ കെട്ടേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ കൈ കെട്ടുക. കൈ കെട്ടുമ്പോൾ ശരിക്ക് ഇങ്ങനെ തന്നെ കൈ കെട്ടണം. അല്ലാഹു എപ്പോഴാണ് അല്ലാഹു അക്ബർ പറയേണ്ടതുള്ളതിലൊക്കെ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? നീയത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം എന്നാണ് ഫിഖിന്റെ കിതാബിലൊക്കെ ഉള്ളത്. നീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്. ഇവിടെ തന്നെ അല്ലാഹു അക്ബർ, ഇതാണ് പൂർണ്ണ രൂപം എന്നാണ് ഫിഖിന്റെ കിതാബുകളിലൊക്കെ ഉള്ളത്. ഇനി അതിൽ ചെറിയ വ്യത്യാസങ്ങൾ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് പ്രശ്നമില്ല, അത് നമുക്ക് വിടാം. അപ്പോൾ കൈ ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. ഈ ഇതിൻ്റെ നേരക്ക് ശേഷിച്ചവിടെ നേരക്ക് കൈ ഇങ്ങനെ ഉയർത്തണം. അല്ലാഹു അക്ബർ, അക്ബർ എന്ന് തന്നെ പറഞ്ഞിട്ടാ, അല്ലാഹു അക്ബർ എന്ന് പറയരുത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വാവാണ് അവിടെ വരുന്നത്. അല്ലാഹു വാവാണ് പിന്നെ വരുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയരുത്. അല്ലാഹു അക്ബർ, അക്ബർ എന്ന് വിളിക്ക് ബാക്കി തന്നെ പറഞ്ഞു. ഒന്ന് കൈ കെട്ടിക്കോ. ഇനി കൈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കൈ കെട്ടരുത്. എന്നാ പിന്നെ ഇങ്ങനെ കെട്ടിയാൽ മതി, കുറച്ചും കൂടി സൗകര്യമായില്ലേ അല്ലേ? ഒരാൾ ഒരു ഹൗസിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കായിരുന്നു അത്ര. എന്താ ഷബീറ ഇവിടെ നിൽക്കണമെന്ന് തോണ്ടി ചോദിച്ചിരുന്നു വേറൊരാൾ. ഇങ്ങനെ നിൽക്കായിരുന്നു, നിസ്കരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൈ കെട്ടരുത്, ഇങ്ങനെയും കെട്ടരുത്, ഇങ്ങനെയും കെട്ടരുത്, ഇങ്ങനെ. ഈ ഭാഗം കൊണ്ട് ശ്രദ്ധിച്ചോളി, രണ്ട് രൂപ ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഭാഗം കൊണ്ട് ഇത് പറയാ മണിബന്ധം എന്നല്ല പറയാ, ഈ ഭാഗം കൊണ്ട് ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ ഈ ഭാഗം കൊണ്ട് പിടിക്കാം. എന്നിട്ട് രണ്ട് വിരൽ ഇങ്ങനെ വെക്കാം. ഇതാ ഇങ്ങനെ. അത് എളുപ്പമല്ല കേട്ടോ മാറ്റിയെടുക്കല്. ശീലിച്ചവർക്ക് കൈ എങ്ങനെ വെച്ചാൽ അങ്ങനെ വരുള്ളൂ, പക്ഷെ മാറ്റിയെടുക്കണം. ഇനി ഒരാൾക്കൊരു കൈ കടയിന്ന് ഇങ്ങനെ നീക്കി വെച്ച് പ്രശ്നമൊന്നുമല്ല കേട്ടോ, അതൊന്നും ആരും നോക്കാനൊന്നും പോണ്ട. ഏറ്റവും അഫ്ദലായ രൂപ പറയണത് ഇങ്ങനെ കൈ കെട്ടണം. കൈ കെട്ടുമ്പോൾ തന്നെ കൈ ഇവിടെ അല്ല വെക്കേണ്ടത്. ചില ആളുകൾ ഇവിടെ കൈ വെക്കുന്നത് കാണാറുണ്ട്. അത് കുറെ മുമ്പൊക്കെ ഇങ്ങനെയും കണ്ടിരുന്നു അല്ലേ? കുറച്ചും കൂടെ സൂക്ഷ്മത പുലർത്തിയിട്ട് ഇവിടെയൊക്കെ ആളുകൾ കൈവച്ചിരുന്നു. അവിടെ ഒന്നുമല്ല കൈവെക്കേണ്ടത്. 4 മദ്ഹബിലും പറയുന്ന കൈവെക്കേണ്ടത് നെഞ്ചിന്റെ താഴെയാണെന്നോ. സംശയമുള്ളത് പിന്നെ ചോദിച്ചാൽ മതി നിന്നോട്, ഇത്രയും ഇവിടെ പറയാൻ പറ്റുള്ളൂ. 4 മദ്ഹബിലും. അപ്പൊ എന്താ, അവരാരും ഹദീസൊന്നും കണ്ടില്ലേ? അപ്പൊ ഗസാലി ഇമാം ഇതിനൊക്കെ ആറ്റി കുറുക്കിയിട്ട് പറഞ്ഞു, ഈ നമ്മൾ പറഞ്ഞു പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ പരമാവധി കയറ്റി വെക്കുക, നെഞ്ചിനോട് ചേർത്ത് വെക്കുക. അപ്പൊ ഇവിടെ വെക്കാന്ന് പറഞ്ഞു. ഇനി ഇവിടെ വെച്ചാലും ഈ സ്പേസിൽ എവിടെ വെച്ചാലും കുഴപ്പമില്ല. ഹനഫി ഇമാം പറഞ്ഞത് എത്ര താഴ്ത്താൻ പറ്റുന്നു അത്രയും താഴ്ത്തിക്കോന്ന, അതും കുഴപ്പമില്ല. കാരണം ഒരു മദ്ഹബല്ലേ, നമുക്ക് അതിനെ ആക്ഷേപിക്കാൻ കഴിയില്ല. അതിന് ഒരുപോലെ നമ്മൾ അംഗീകരിക്കണം. ഇങ്ങനെ കെട്ടിക്കോളി. ഇനി കെട്ടാത്ത മദ്ഹബും ഉണ്ട്. കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും കെട്ടരുത്, ഇങ്ങനെ തന്നെ കെട്ടണം. അത് കൈ കുറച്ചിങ്ങനെ കയറ്റി വെച്ചാൽ നെഞ്ചിൻ്റെ മുകളിലേക്ക് വെക്കരുത്. അത് വലിയ അബദ്ധമാണെന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ചില ആളുകൾക്ക് പറ്റിയ അബദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈ കെട്ടി കാണിച്ചു കൊടുക്കുക. ഓക്കെ, കൈ കെട്ടി. സമയം കുറവാണ്. തക്ബീറും ചൊല്ലണമെന്നില്ല, സമയം കുറവുണ്ട്. അപ്പം നമുക്ക് നിർത്തിയിട്ട് പിന്നെ പെണ്ണുങ്ങൾ എന്നും ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇതാവും. ഇനി എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നിപ്പിൽ നമ്മൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലുന്നു. അതിനുള്ളിൽ ഇപ്പം നമ്മൾ പറയില്ല, ചൊല്ലണ കാര്യമൊന്നും പറയില്ല, സ്ട്രക്ചർ മാത്രമാണ്. അടുത്തത് റുക്കുവാണ്. റുക്കു ഒന്ന് ഇങ്ങോട്ട് കിബില് വേണ്ടപ്പോൾ റുക്കുവിന് ഒന്ന് റുക്കു ചെയ്ത് കൊടുത്ത് നമ്മൾ കൈകെട്ടി നിൽക്കുകയാണ്. ഇവിടെ റുക്കു ചെയ്യും. ഓക്കെ, കൈകെട്ടി നിൽക്കുന്നിടത്ത് നമ്മൾ റുക്കു ചെയ്യുമ്പോൾ കൈ ഉയർത്തി ചെയ്യൽ നല്ലത്. ഉയർത്തിയില്ലാഞ്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കൈ ഇങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് കൈ ഉയർത്തി പോകണമെങ്കിൽ കുറച്ചുകൂടി നന്നായി. ഓക്കെ, ക്ലിയർ അല്ലേ? റുക്കു ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നന്നായി റുക്കു ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുന്നത് കുറച്ച് അധികം ഒരു പലക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഭാഗം എഞ്ചിനീയർമാർക്ക് അറിയുള്ളൂ. അത് കറക്റ്റ് ടച്ച് ചെയ്യണം, ഒരു വിടവുണ്ടാവാത്ത രീതിയിൽ ആയിത്തീരുന്ന ഒരു പലക വെക്കുക. ഇത് എക്സസൈസാണ്. ഇപ്പൊ എങ്ങനെ പുഷപ്പ് എടുക്കണമെന്ന് ചെക്കന്മാർക്ക് അറിയില്ല, പുഷപ്പിൽ കൈ എങ്ങനെ വെക്കണമെന്ന് ആളുകൾക്ക് അറിയില്ല. അത് പഠിപ്പിക്കണ്ടേ? എന്നപോലെ ഇത് എക്സസൈസാണ്. ഇത് ഈ നിപ്പുകൾ ഒരു 10 മിനിറ്റ് നേരം നിന്നൊക്കെ വിവരം അറിയും. ഇനി ഇതിന്റെ റോങ് ആയിട്ടുള്ള രൂപങ്ങൾ കാണിക്കാം. ഒന്ന്,
ഒന്ന് കാണിക്കുക. ചില ആളുകൾ ഇങ്ങനെ ശരിക്കും വളയുന്നില്ല. ശരിക്കും വളയുന്നില്ല, തെറ്റാണ് ഒന്ന്. ചില ആളുകൾ ഓവറായിട്ട് വളയും. കൈ താത്തിക്കോ, കൈ താത്തി കുടിച്ചോ. ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാക്കും ചിലവർ, ഇവിടം വരെ. അത് ചെയ്യരുത്. എന്ത് ചെയ്യരുത്? കൈ വല്ലാതെ താഴ്ത്തരുത്. ഈ ചിരട്ടല്ലേ, കാൽമുട്ടിന്റെ ചിരട്ട നമ്മുടെ ഉള്ളം കൈ കൊണ്ട് പിടിക്കണം. ഇതിലാണ് വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രസ് ഒന്നും കൂടെ ചെയ്യും. ചില ആളുകൾ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഒരു സംഗതി കൂടെ നോക്കിക്കോ. തള്ളി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇതങ്ങോട്ട് നോക്ക്. ചില ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ടോ? ഈ കാൽമുട്ട് തള്ളിപ്പിടിക്കാറുണ്ട്. തള്ളിപ്പിടിക്കരുത്, അത് പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഒരു എൽ ഷേപ്പിൽ അങ്ങനെ നിൽക്കണം. ശരിക്കും ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്ന് പറയാ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുക. ഇങ്ങനെ കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞാൽ വിവരം അറിയും, കഴിച്ച ഭക്ഷണം കണ്ട് ദഹിക്കും. അപ്പൊ ബ്രീത്തിങ് എങ്ങനെ ചെയ്യണം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചില ആളുകൾ ഈ മുട്ട് അങ്ങോട്ട് തള്ളും, ഇങ്ങനെ ഒരു ചാടിയിട്ട് എഴുന്നേൽക്കലുണ്ട്. അങ്ങനെ ചെയ്യരുത്. അവിടെ നിന്നിട്ട് നേരെ നിവരെയാണ് വേണ്ടത് റുക്കോയിൽ നിന്ന്. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ ചോദിക്കട്ടാ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ പറയാണ്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരിക. ഇനി സുജൂദിൽ പോകാം. നമ്മൾ എഴുത്തിദാലിൽ നിൽക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ അല്ലേ? സമിഅല്ലാഹു ലിമൻ ഹമിദ ചിലർ ഇങ്ങനെ കാണിക്കാറുണ്ട്. സമിഅല്ലാഹു എന്തേ പഠിച്ചോനെ എന്ന് ചോദിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണോ സമിഅല്ലാഹു ലിമൻ ഹമിദ? സമിഅല്ലാഹു ലിമൻ ഇങ്ങനെയല്ല, അതിങ്ങനെ തന്നെ കാണിക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ കെട്ടുന്ന പോലെ കാണിക്കണം സമിഅല്ലാഹു ലിമൻ ഹമിദ. എന്നിട്ട് അതേപോലെ വീണ്ടും നമ്മൾ എങ്ങനെയാണോ കറക്റ്റ് നിന്നിരുന്നത്, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് എൽ ഷേപ്പ് അതേ ലെവലിൽ നിവർന്ന് നിൽക്കണം. അപ്പം ഞരമ്പൊക്കെ പഴയ പോലത്തേക്ക് വീണ്ടും വരണം. എന്നിട്ട് സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകുക അത് ശ്രദ്ധിച്ചോട്ടോ. അവിടെ കുറേ ഇതന്നെയാണ് സുജൂദിലേക്ക് പോകേണ്ടത്. എഴുന്നേറ്റോ. ചില ആളുകൾ സുജൂദിലേക്ക് എങ്ങനെ പോകുക? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്, അതിൽ മാറ്റം വന്നു തുടങ്ങി. ഇങ്ങനെ പോവുക. ആദ്യം കൈ കുത്തും, പിന്നെ കാലത്തും. പിന്നെ ഇതിനിടക്കൊരു കാര്യം പറയാം, ഇതൊക്കെ മസ്തത്താഴ്ത്തും സാധിക്കുന്ന ആളുകൾട്ടാ. സാധിക്കാത്തവർ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് ഇന്നെ പറയാൻ നിൽക്കരുത്. ഇതൊക്കെ സാധിക്കുന്ന ആളുകളാണ്. ഒരാൾക്ക് അള്ളാഹ് അത്രേ പറഞ്ഞിട്ടുള്ളൂ, നിൽക്കാൻ കഴിയുള്ളവൻ നിൽക്കുക, പറ്റാത്തവന് ഇരിക്കുക, പറ്റാത്തവൻ കെടുക്കുക, അതിനും പറ്റാത്തവന് മനസ്സുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞത്. ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉറപ്പായിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നേരെ കൈകുത്തല്ല. ആദ്യം കുത്തേണ്ടത് റുക്ബത്തൈനിയാണ്, മുട്ടുകാലാണ്. നിസ്കാരത്തിൽ സുജൂദ് പോകുമ്പോൾ ആദ്യം കുത്തേണ്ടത് മുട്ടുകാലാണ്. പിന്നെ കൈപ്പള്ള വെക്കണം. പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കാണും. ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഇത് ഒത്തിരി ആളുകൾ ഇത് ശരിയല്ല ചെയ്യണത്. ഈ കാലിൻ്റെ വിരലുകൾ കുത്താറില്ല കുറേ ആളുകൾ. അത് കുത്താതെ ലൂസാക്കിയത് ഇങ്ങനെ വെച്ചാൽ നിസ്കാരം ശരിയാകൂല. നിസ്കരിക്കാനല്ലേ നമ്മൾ പള്ളി വരുന്നത്. ഈ തള്ളവിരലല്ല, കാലിൻ്റെ മുഴുവൻ വിരൽ കുത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. ഒരു വിരലെങ്കിലും കുത്തണം. കുത്താതെ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. 1. 2, ചില ആളുകൾ കാണിച്ചു നോക്കട്ടാ, സുജൂദിൽ ഈ കൈ ഇങ്ങനെ താഴ്ത്തു വെക്കും. ഒന്ന് വെച്ചു കൊടുത്ത ഈ കൈ ഇങ്ങനെ താഴ്ത്ത് മുട്ടിക്കും. ഈ ഭാഗം ഇത് താഴെ മുട്ടിക്കാൻ പാടില്ല, അത് ഉയർത്തിപ്പിടിക്കണം. മാത്രമല്ല മുഖത്തോട് ചേർത്ത് വെക്കരുത്. കൈ കുറച്ച് ബാക്കിലേക്ക് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പൊന്തി കൈ ഉയർത്തി വെക്കണം. ഇങ്ങനെ തന്നെ സുജൂദിൽ കിടക്കണം. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം കാണുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞാട്ട് തിരിഞ്ഞിരിക്കും. ഇതും ഒരുപാട് ആളുകൾ റോങ് ആണ് ചെയ്യുന്നത്. ഇടത്തെ കാലുമ്മലാണ് ഇരിക്കേണ്ടത്. ചില ആളുകൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് അതുമ്മ ഇരിക്കുക, ഈ 2 കസേര കെട്ടി ഇരിക്കണ മാതിരി. അങ്ങനെ ഇരിക്കരുത്, അത് തെറ്റാണ്. ഇടത്തെ കാല് മലർത്തി വെച്ചിട്ട് ഇടത്തെ കാലുമ്മ ഇരുന്ന് വലത്തെ കാല് കുത്തി വെക്കണം. കുത്താൻ പറ്റാത്തൊരു കുത്തണ്ട, നിർബന്ധമൊന്നുമില്ല, സ്ഥലം ഭാഗത്തിലാവുന്നില്ല. 1, 2 കാലുമ്മ കാല് കയറ്റി വെച്ച് അറിയോ. ഇത് ചെയ്യരുത്. ഇനി ഇടത്തെ കാലം മുകളിൽ വെച്ച് ഇടത്തെ കാലം ഇതിങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനൊന്നും ചെയ്യരുത്. കുറേ ചെറുപ്പക്കാരും ചെയ്യുന്നുണ്ട്, വലിയ ആളുകളും ചെയ്യുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ കാണിക്കാം. 10 മണി സമയം ഒത്തിരിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ നോമ്പുകൾ കബൂലാക്കണേ റഹ്മാനെ. പല വിധത്തിലുള്ള വീഴ്ചകൾ, പോരായ്മകൾ റബ്ബെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവെ, നീ പൊറുക്കണേ ഞങ്ങളെ നിന്റെ മുഅ്മിനീങ്ങളായ മുഖ്ലിസീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.